എങ്ങനെയുണ്ട് പടം? ഞാൻ സിനിമ വന്നല്ലോ, ഓട്ടോ ഓടിക്കാൻ. ഓട്ടോ ഓടിക്കാനാ ഇതിനകത്താ? പോസ്റ്റർ കാണുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ത്രില്ലർ ജോണിൽ വന്നൊരു സിനിമയാണ്. ഫസ്റ്റ് വന്നിട്ട് ഭയങ്കര ലാഗായിരുന്നു. അപ്പോഴും നമ്മൾ അയ്യോ പടം പോയി എന്നൊരു ചിന്താഗതിയാണ് നമുക്ക് വന്നത്. പക്ഷേ അതെ, അത് മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല പടം, വന്ന് കാണണം, മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊള്ളാം, പുഷ്പയൊക്കെ കാണുന്നേക്കാളും ഇച്ചിരൂടെ നല്ല പടം, വെർത്തായിട്ടുള്ളൊരു പടം, വന്ന് കാണണം. ഒരു വെറൈറ്റി കഥയാണ്, ഒരു സർവൈവൽ ത്രില്ലറാണ്. കൊള്ളാം, നല്ല പടം. രാജ്ബി ഷെട്ടി കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അപർണ മാമിൻ്റെ പെർഫോമൻസ് തന്നെ അടിപൊളിയായിരുന്നു. BGM നൈസ് ആയിരുന്നു. പക്ഷേ എവിടേക്കും എന്തൊരു മിസ്സിങ്, മോട്ടീവ് എനിക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ട് തോന്നില്ല. പക്ഷേ കിടിലം പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടോണ്ടിരിക്കുക, വലിയ ലാഗൊന്നുമില്ല. ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ലൊരു സർവൈവൽ ത്രില്ലർ, തിയേറ്ററിൽ തന്നെ പറ്റുമെങ്കിൽ കാണണം. ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൽ രാജ്ബി ഷെട്ടിയുടെ ആണെങ്കിലും അമ്പർണയുടെ ഒക്കെ പെർഫോമൻസ് നന്നായിരുന്നു. കുറച്ച് ഞാനൊരു കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ത്രില്ലർ ജോണിൽ വന്നൊരു സിനിമയാണ്. ഒരു സർവൈവൽ ത്രില്ലറാണ് ബേസിക്കലി, എങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തുകൊണ്ടാണ് ഈ ഇൻസിഡൻസ് നടക്കുന്നത് ഇവരുടെ ലൈഫിൽ എന്നുള്ളത് ആ ഒരു റിവീൽ ചെയ്യുന്ന ആ ഒരു രീതി, ശരിക്കും പറയുന്ന മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സിനിമ ഒരു സർവൈവൽ ത്രില്ലറാണ്. ഭയങ്കരമായ സംഭവം കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ക്ലൈമാക്സ് വരെ നമുക്ക് ബോറടിക്കാതെ കണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. രണ്ടുപേരും പെർഫോമൻസ് ഒരു രക്ഷയില്ല. അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. രണ്ടും സൂപ്പറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ ഭാഷയിൽ കണക്ട് ആവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. മേക്കിംഗ് എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഒരു സർവൈവൽ ത്രില്ലറാണ്, അത്രേ ഉള്ളൂ. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. സ്ലോഗുണ്ട് കേട്ടോ, കഥയൊക്കെ മനസ്സിലായോ ഒരുവിധം. അതെ, അത് മാത്രമേ ഉള്ളൂ. നല്ല പടമാണ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ എടുത്ത് പറയാൻ? ഇഷ്ടപ്പെട്ടല്ല. അതിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കുഞ്ഞിലേക്ക് ഓരോരാളുടെ മനസ്സിൽ വന്നുകൂടുന്ന ഓരോ പ്രശ്നങ്ങൾ അവരെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു, അവരെ ഏത് വലിയ പദവിയിലെത്തിയാലും മനസ്സിനകത്തുള്ള അത് ഒരു മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. അവസാനം വരെ ആ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. നല്ല പടമാണ്, നല്ല സിനിമയാണ്, നല്ല കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ആ ഒരു ഇതോടുകൂടി അങ്ങനെ ജിജ്ഞാസയോടുകൂടി കണ്ടിരിക്കാൻ തോന്നും. വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നടി അപർണ ബാലമുരളിയുടെയും അതേപോലെ നടൻ ഷെട്ടിയുടെയൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മൂവി ഈസ് ടു ഗുഡ്. നല്ല മൂവിയാണ്, അത്യന്തം ത്രില്ലറാണ്. അതിൽ സ്റ്റോറി ഈസ് ഗുഡ്. അതിൽ ക്രൈമുണ്ട്, ക്രൈം ത്രില്ലിംഗ് മൂവിയാണ്. ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ട്. ആക്ടിങ് രാജ് റെഡ്ഡി ആൻഡ് അപർണ ബാലമുരളി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ എന്തായാലും പറയാം? എന്താണ് എടുത്ത് പറയാൻ? കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു. പടം വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഭയങ്കര ലാഗായിരുന്നു. അപ്പോഴും നമ്മൾ അയ്യോ പടം പോയി എന്നൊരു ചിന്താഗതിയാണ് നമുക്ക് വന്നത്. പക്ഷേ പോകെ ഭയങ്കര രീതിയിൽ പടം കത്തി കയറുന്ന കാണുന്നത്. മരണമാസ് പെർഫോമൻസ് ആയിരുന്നു അപർണ മുരളി ലാസ്റ്റ് സീനിലൊക്കെ വന്നിട്ട്. അതുപോലെ ഒരു സോഷ്യൽ മെസ്സേജ്, നമ്മളെപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം കോമഡി ആണെങ്കിലും കുടുംബചിത്രമാണെങ്കിലും അത് പ്രതീക്ഷിച്ച് വരുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു മുറിയിൽ പാഴ്വസ്തു കിടക്കുന്നു, അതുപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു മെസ്സേജ് കൂടി ഒരു ഡയറക്ടർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്.